Hello. Welcome back to another video of X and Y USS. എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ USSന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ 7ാം ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ USS സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് ഷെദീദ് സാർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം പലരുടെയും ഒരു പരാതിയായിരുന്നു, സാറ് നോട്ട്സ് ഉണ്ടാക്കണം, നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്? ഇപ്പം USSന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഒരു നോട്ട് ഉണ്ടാക്കുക, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പലരും എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോഷ്യൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണം, ഓരോ പോയിൻറ്റ്സും എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ USSന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ നോട്ട് മേക്കിങ്ങിനെ കുറിച്ചാണ്, നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, സോഷ്യൽ സയൻസിന് USSന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങളും ഭൂരിഭാഗം ഏകദേശം കറണ്ട് അഫയേഴ്സിൻ്റെ 1-2 ചോദ്യങ്ങൾ ഒഴികെ ബാക്കി വരുന്ന മുഴുവൻ ചോദ്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, സോഷ്യൽ സയൻസിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഉള്ളത് അത് തന്നെയാണ് നമ്മൾ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പർ എടുത്തു, അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എവിടെ നിന്ന് എടുത്തു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോകളൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോകൾ എന്ത് ചെയ്യുക, കണ്ടു തീർക്കണം. കണ്ടാൽ മാത്രം പോരാ, അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിച്ച് അത് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് പോയാൽ ഈ വർഷത്തെ USS നമുക്കുള്ളതാണ് മക്കളെ, നമുക്കല്ലെങ്കിൽ പിന്നെ ആർക്കുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിക്കണം എന്നുള്ള കാര്യം എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞു അല്ലേ. സാമൂഹ്യശാസ്ത്രം വായിക്കണം. അപ്പോൾ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ നോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പലപ്പോഴും പലരും പഠിച്ചുകൊണ്ടിരിക്കുമ്പം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ഏതെങ്കിലുമൊക്കെ ഒരു ഗൈഡ് യൂസ് ചെയ്യും, എന്നിട്ട് അതിൽ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ ബൈഹാർട്ട് ചെയ്ത് പോകും. എന്നിട്ട് അവസാനം വരുമ്പം പലതും മറന്നു പോകും. ലാസ്റ്റ് സമയമാകുമ്പോൾ എല്ലാം കൂടി പഠിക്കാനുള്ള സമയമില്ലാതെ വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ. ആ ഒരു മെത്തഡോളജിയാണ് പലരും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പം ആ ഒരു മെത്തഡോളജി ഒരു പ്രശ്നമാണ്. കാരണം ലാസ്റ്റിക്ക് നമ്മളെല്ലാം കൂടി നോക്കേണ്ട അവസ്ഥ വരും. അപ്പം നമ്മൾ ആദ്യം പഠിച്ച പലതും മറന്നു പോകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിൽ കടന്നു വരും. അപ്പം ആ ഒരു രൂപത്തിലാണ് നിങ്ങൾ ഏതെങ്കിലും ഗൈഡോ എന്തെങ്കിലും ടെക്സ്റ്റോ കാര്യങ്ങളോ, ഇനിയിപ്പോൾ SS ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ പഠിക്കുന്ന, ഓരോ പാഠഭാഗം പഠിക്കുന്നു, അതിലെ പോയിന്റ്സ് ഇങ്ങനെ ഓർത്ത് വെക്കുന്നു, ബൈഹാർട്ട് ചെയ്യുന്നു എന്നുള്ള രൂപത്തിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന റൂട്ട് ശരിയല്ല. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കുന്ന, സോഷ്യൽ സയൻസിൻ്റെ കേസിലാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കാരണം നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം പഠിച്ച നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ. 2 പാർട്ടായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്. അതിൽ തന്നെ ഒരുപാട് ചാപ്റ്ററുകളും കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പം ആദ്യം പഠിച്ച പല കാര്യങ്ങളും എന്ത് ചെയ്യില്ല, എക്സാം അടുപ്പിച്ച സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. റിവൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ആദ്യം മുതലേ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടം വരും. അപ്പം അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യം ചെയ്യുന്നത്. അപ്പം നോട്ട് നമ്മൾ കറക്റ്റായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സമയമാകുമ്പോൾ നമുക്ക് ടെക്സ്റ്റിലുള്ളതെല്ലാം വാരി വലിച്ച് വായിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മുടെ നോട്ട്ബുക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം എടുത്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഹെൽപ്ഫുൾ ആവും. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സാം ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളല്ലേ, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, ഓപ്ഷൻസ് നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരിക. അപ്പോൾ ആ ചോദ്യങ്ങൾ വരുമ്പം അതിനനുസരിച്ചുള്ള രൂപത്തിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ വേണ്ടത്. അപ്പം നോട്ട് ഉണ്ടാക്കുമ്പോഴും ആ കാര്യം ശ്രദ്ധിച്ച് നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പമായിട്ട് മാറും. അപ്പം ആ നോട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെദീദ് സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ മക്കൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും കൂടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പം സാറ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അപ്പം ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റിലൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്, മലയാളം മീഡിയം അടുത്തൊരു ഭാഗത്ത് നമുക്ക് കാണിക്കുന്നതാണ്. അപ്പം നോളേജ് ആൻഡ് വെൽത്ത് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ്.
കേരളം ആധുനികതയിലേക്ക് എന്നുള്ളതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പാഠഭാഗമാണ്. അപ്പോൾ അതിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ചട്ടമ്പി സ്വാമികൾ വാസ് എ ഫിലാന്ത്രോപ്പിസ്റ്റ് ഹു വർക്ക് ഫോർ ദ ബെനിഫിറ്റ് ആൻഡ് വെൽബീങ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ആ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിൽ വിശദീകരിക്കുന്നത്. അപ്പം ഇതിലുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട് നോട്ടിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യങ്ങൾ അതുപോലെ പകർത്തി എഴുതാനാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ നോട്ട് എപ്പോഴും സിമ്പിൾ ആൻഡ് ക്രിസ്പ് ആയിരിക്കണം. നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് മക്കൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് ഓരോ പല കളറുകളൊക്കെ യൂസ് ചെയ്ത് നോട്ട് എഴുതാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി നിങ്ങൾക്ക് അത് വായിക്കാൻ ടെൻഡൻസി കൂടും. കാരണം അട്രാക്റ്റീവായി മാറുമ്പോൾ അത് വായിക്കാനുള്ളൊരു ഉള്ളിൽ നിന്നുള്ളൊരു ഇത് വരുമല്ലോ. മറ്റേ ബ്ലാക്കും ബ്ലൂയിങ്കോ ഏതെങ്കിലും ഒരു ഇങ്ക് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര ഒരു കളർഫുൾ ആയിരിക്കൂലല്ലേ നോട്ട് പരമാവധി കളർഫുൾ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് പഠിക്കാനുള്ള ടെൻഡൻസി കൂടും കേട്ടോ. അപ്പം സാറ് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ സാറിന് ഇത് വായിച്ചപ്പോൾ മനസ്സിലായി ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, സാറ് ഹെഡിങ് എഴുതി. ഇപ്പോൾ ഇംഗ്ലീഷ് നോട്ടാണ്, ഇംഗ്ലീഷിലാണ് നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ചട്ടമ്പി സ്വാമികൾ എന്നുള്ള ഒരു ടൈറ്റിൽ ഹെഡിങ് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, അത് അണ്ടർലൈൻ ചെയ്യുന്നു. ഹെഡിങ് എഴുതിയിട്ട് അതിനെ അണ്ടർലൈൻ ചെയ്യുന്നു. അപ്പോൾ ഇനി എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇതിൽ വരാറുള്ളത്. അദ്ദേഹം ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ്. അപ്പം വാസ് എ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വിശദമായിട്ട് എഴുതേണ്ട, ചെറിയൊരു വരെ പോയിന്റ് എന്തെങ്കിലും ഇട്ടിട്ട് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് അവിടെ എഴുതിയാൽ മതി കേട്ടോ. ഫിലാന്ത്രോപ്പിസ്റ്റ്. ഇനി അടുത്തായിട്ട് പറയുന്ന കാര്യം എന്താ, ഹി വാസ് ബോൺ അറ്റ് കണ്ണമൂല ഇൻ തിരുവനന്തപുരം. അപ്പം ബോണറ്റ് കണ്ണമൂല എവിടെയാണ്, ട്രിവാൻഡ്രാണ്. അപ്പോൾ ബ്രാക്കറ്റിലായിട്ട് തിരുവനന്തപുരം എന്നുള്ളത് എന്ത് ചെയ്യുക, ബ്രാക്കറ്റിലായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അടുത്ത എന്താ, ഹി ആർഗ്യൂഡ് ഫോർ ദ ടെമ്പിൾ എൻട്രി ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ് ആൻഡ് ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചു. അതേപോലെ തന്നെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത് വാദിച്ചത്. കാരണം പണ്ട് കാലങ്ങളിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അത്തരം ആളുകൾക്ക് ക്ഷേത്ര പ്രവേശനം സാധ്യമാകണം എന്നുള്ള രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു പോയിന്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ആർഗ്യൂഡ് ഫോർ ടെമ്പിൾ എൻട്രി ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് സാറ് ഫുള്ള് എഴുതിയിട്ടില്ല, നിങ്ങൾ എന്ത് എഴുതുന്ന സമയത്ത് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. പിന്നെ അടുത്തൊരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഒപ്പോസ്ഡ് ദ ബ്രാഹ്മണിക് ഡോമിനേഷൻ. അപ്പം ആ ഒരു പോയിന്റ് എഴുതാൻ പറ്റും, ഹി ഒപ്പോസ്ഡ് ബ്രാഹ്മണിക് ഡോമിനേഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കാര്യം എഴുതുമ്പം എങ്ങനെയാണ് ഇത് എക്സാമിന് വരിക, കാരണം നമുക്ക് എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരിക. അപ്പം ഈ ചോദ്യം എങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവും, ഇങ്ങനെ വിശദമായിട്ട് എഴുതണോ, പോയിന്റ്സ് മാത്രം, എവിടെ ജനിച്ചു, എന്താണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതിയോ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ എക്സാമിന് എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലേ, വാക്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് ഇതിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്, റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ എന്നുള്ള രൂപത്തിൽ ചോദിക്കും. അപ്പോൾ അവിടെ ഓരോ പോയിന്റ് ആയിട്ട് കൊടുക്കും. ഹി ഒപ്പോസ്ഡ് ബ്രാഹ്മണിക് ഡോമിനേഷൻ, ഹി ആർഗ്യൂഡ് ഫോർ ടെമ്പിൾ എൻട്രി ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ ശരിയാണ്. അതല്ലാത്ത നമ്മുടെ ബുക്കിൽ പറയാത്ത കാര്യങ്ങൾ കൊടുക്കും, അപ്പോൾ അത് തെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇതൊന്നും സാർ അടുത്തുള്ള ഭാഗങ്ങളൊന്നും സാർ പറയുന്നില്ല. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാൻ പറ്റൂലേ, വേദാധികാര നിരൂപണം, അതേപോലെ തന്നെ പ്രാചീന മലയാളം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്, പുസ്തകങ്ങളാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങൾ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ട് ബുക്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് പുസ്തകത്തിൻ്റെ പേര്, വേദാന്ത എന്താണോ ആ ബുക്കിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുള്ളത് അത് എഴുതാം. പിന്നെ അതേപോലെ തന്നെ പ്രാചീന മലയാളം വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. അപ്പോൾ ആ രണ്ട് ബുക്കിൻ്റെ പേരെന്താണോ അതെന്ത് ചെയ്യാം അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഭാഗം കാണുമ്പം എല്ലാം വാരി എഴുതാതെ അത് ഏറ്റവും ഷോർട്ടായിട്ട് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പം എങ്ങനെയാണ് നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് മനസ്സിലാവുക, ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം എങ്ങനെ
ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പം അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ആ പോയിന്റുകൾ എന്ത് എഴുതുക, അല്ലാതെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ എഴുതേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ മലയാളം മീഡിയത്തിലെ ആളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു ഭാഗം വായിച്ചു നോക്കൂ. സാർ വായിച്ചു തരികയാണ്. നവോത്ഥാനം ശാസ്ത്രത്തിൽ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നുണ്ടെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പം ഈ ഒരു സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എഴുതണോ? അപ്പോൾ ആദ്യം എന്താ പറഞ്ഞാൽ, ആദ്യം ഭൂമിയാണ് കേന്ദ്രം എന്നായിരുന്നു ധരിച്ചിരുന്നത്, പിന്നീട് സൂര്യനാണ് കേന്ദ്രം എന്നുള്ളത് കോപ്പർനിക്കസ് വന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ ആ ഒരു സംഗതികൾ നമ്മൾ ഓർത്ത് വെച്ചത് നമ്മുടെ നോട്ട്ബുക്കിൽ വേണമെന്നില്ല. നമ്മൾ അവിടെ ഈ ഒരു ഭാഗം വായിക്കുമ്പം നമ്മൾ ആദ്യം എഴുതേണ്ട പോയിന്റ് എന്താണ്? സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്നുള്ളതാണ്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നുള്ള ധാരണ തെറ്റിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ആ നവോത്ഥാന കാലഘട്ടത്തിൽ കോപ്പർനിക്കസ് എന്നുള്ള ശാസ്ത്രജ്ഞനാണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചോദ്യം പോലെ ഒരു ക്വസ്റ്റ്യൻ പോലെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് എന്നുള്ളത്, ആവിഷ്കരിച്ചത് ആരാണ്, സർ മുഴുവനായിട്ട് ചോദ്യം എഴുതുന്നില്ല, ആരെന്നുള്ളത് എഴുതുക. എന്നിട്ട് ഉത്തരമായിട്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കോപ്പർനിക്കസ് എന്നുള്ള എഴുതാൻ പറ്റും. അതേപോലെ അടുത്തൊരു ഭാഗം വായിക്കുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഗലീലിയോ ടെലസ്കോപ്പ് വികസിപ്പിച്ചു. അപ്പം ടെലസ്കോപ്പ് വികസിപ്പിച്ചത് ആര്, അല്ലെങ്കിൽ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര് എന്നുള്ള രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നിങ്ങൾക്ക് ഉത്തരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗലീലിയോനെ എഴുതാൻ പറ്റും. ഇനി ഗലീലിയോൻ്റെ ടെലസ്കോപ്പിൻ്റെ പേരെന്താ, ഗലീലിയോ എന്നുള്ളതാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ടെലസ്കോപ്പ് വികസിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്നുള്ളത് തെളിയിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചോദ്യം കിട്ടുകയാണ്, സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ, സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്, നമ്മുടെ കോപ്പർനിക്കസ് ആണ്. എന്നാൽ അത് പരീക്ഷണത്തിലൂടെ ശരിയാണെന്ന് തെളിയിച്ചത് ആരാണ്, ഗലീലിയോ ആണ്. അപ്പം അങ്ങനെ ആ രൂപത്തിൽ ചോദിക്കാം. അപ്പം സൗരയൂഥ സിദ്ധാന്തം പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ആര് എന്നുള്ളൊരു ചോദ്യം എഴുതിയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഉത്തരം എഴുതാം. പിന്നെ അതേപോലെ തന്നെ അടുത്ത് പറയുന്ന നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഗുട്ടൻബർഗ് എന്ത് ചെയ്തു, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു എന്നുള്ള. അപ്പോൾ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര്, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആര് എന്നുള്ള രൂപത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉത്തരമായിട്ട് ഗുട്ടൻബർഗ്. അപ്പം ഇങ്ങനെ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പോയിന്റ്സ് മാത്രം എഴുതണമെന്നില്ല. കാരണം നമ്മളെ എക്സാം ഒബ്ജക്റ്റീവ് എക്സാം ആണ്. അപ്പോൾ ചോദ്യങ്ങളും വൺ വേർഡ് ഉത്തരങ്ങളും ആയിട്ട് എന്ത് ചെയ്യാം, ആ രൂപത്തിൽ നിങ്ങൾക്ക് കാര്യം എഴുതാം. ഇപ്പം ഈ ഒരു വലിയൊരു ഭാഗത്ത് നമുക്ക് 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ചിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ആ ഒരു ധാരണ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നോട്ടിൽ എഴുതുമ്പോൾ. പിന്നെ അതേപോലെ നോക്കും നിങ്ങൾ, ഇതേപോലെ ടേബിളുകളായിട്ട് കാര്യങ്ങൾ കൊടുക്കില്ലേ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ടേബിളുകളായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടേബിളുകളായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് മിസ് ചെയ്യരുത്. അത് ആ ടേബിൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതുപോലെ നിങ്ങളുടെ നോട്ട്സിലേക്ക് പകർത്തി എഴുതണം. അപ്പോൾ ഇതിലിവിടെ വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ്, ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച്. ഫ്ലൈയിങ് ഷട്ടിൽ ആരാണ് കണ്ടുപിടിച്ചത്, സ്പിന്നിങ് ജെന്നി ആരെ കണ്ടുപിടിച്ചത്, ആവിയന്ത്രം ആരാണ്, ലോക്കോമോട്ടീവ് ആരാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഓരോന്നും കണ്ടുപിടിച്ച് ചിലപ്പോൾ എക്സാമിന് മുൻ വർഷങ്ങളിലൊക്കെ ഇതേപോലെ ആരാണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാൻ പറ്റിയ കാര്യമാണിത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതുപോലെ നോട്ടിലേക്ക് ടേബിളുകൾ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ടേബിളുകളൊക്കെ എന്ത് ചെയ്യണം, അതുപോലെ നോട്ടിലേക്ക് പകർത്തി എഴുതണം. ഇനി സാർ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സാർ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദ്യങ്ങൾ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഏത് ചരിത്ര സ്മാരകത്തിൻ്റെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. മധ്യകാല യൂറോപ്പിൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്, ആധുനിക കാലത്ത് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന നഗരത്തിൻ്റെ പഴയ പേര് എന്താണ്, അങ്ങനെ ഓരോ ചോദ്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കൂ, ഹഗിയ സോഫിയ, ആ ചിത്രം ഹഗിയ സോഫിയയുടെ ചിത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കണം. കാരണം ചിലപ്പോൾ ചിത്രങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ സ്മാരകം AD 6-ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. അതൊരു പോയിന്റാണ്. ഏത് നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചത്, AD
6-ാം നൂറ്റാണ്ടാണ്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയായ ഹാഗിയ സോഫിയ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളാണ് ലോക ചരിത്രത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ വിശദീകരിക്കുകയാണ്. ഇനി ആ ടെക്സ്റ്റിൻ്റെ അടുത്ത ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരുപാട് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. അപ്പം അതിൽ പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ നോക്കൂ, കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ആ ഒരു പോയിന്റ് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, നിങ്ങൾക്കൊരു ചോദ്യം അവിടെ കാണാൻ സാധിക്കും. മധ്യകാല കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? മധ്യകാല കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് എഴുതാൻ പറ്റും. ഇന്നത്തെ അതിൻ്റെ പേരെന്താണ്? ഇസ്താംബുൾ. ഇപ്പോൾ ഇസ്താംബുൾ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന മധ്യകാല നഗരത്തിൻ്റെ ഇന്നത്തെ പേരെന്താണ്? അപ്പം എന്ത് ചെയ്യാം? ഇസ്താംബുൾ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പം എന്നിട്ട് അവിടെ നിങ്ങൾ നോക്കൂ, താഴെ അതിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ പറയുന്നുണ്ട്. വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് നിങ്ങൾ നോക്കൂ, മധ്യകാല യൂറോപ്പിൽ, രണ്ടാമത്തെ ചോദ്യം നോക്കണേ, മധ്യകാല യൂറോപ്പിൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള ഉത്തരം എഴുതണം. ഇനി ഏഴാമത്തെ ഈ ഒരു ചോദ്യത്തിലേക്ക് നോക്കൂ, നിങ്ങൾ അവിടെ എഴുതിയത് നോക്കും, ലോക ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം ഉണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ ഇവിടെ ഇതേപോലെ പോയിന്റ് കൊടുത്ത പോലെ അവിടെ എഴുതിയിട്ടുണ്ട്, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം, പണ്ഡിതന്മാരുടെ കേന്ദ്രം, അമൂല്യ ഗ്രന്ഥങ്ങളുടെ കേന്ദ്രം, വിനോദസഞ്ചാര കേന്ദ്രം. അപ്പോൾ നമ്മൾക്ക് നോക്കാൻ പറ്റില്ല, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം എന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്, പണ്ഡിതന്മാരുടെ അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. അപ്പോൾ ആ 2 പോയിന്റും വന്നു. പിന്നെ വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ളതാണ് എന്ത് ചെയ്ത് കറക്റ്റായിട്ടുള്ള ആൻസർ. അതാണ് എന്ത് ചെയ്തത്? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകളിൽ പെടാത്തത്. ചോദ്യം വായിക്കണം, പെടാത്തത്. അപ്പോൾ അങ്ങനെ ചോദിക്കാം. അപ്പം ഈ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് നോട്ടിൽ എഴുതുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മക്കൾ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ എഴുതുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി ചോദ്യങ്ങളായിട്ട് നമ്മൾ പരിചയമാവുക. അപ്പം നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്താൽ പറ്റും. അപ്പോൾ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റുകളാക്കിയിട്ടൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ കുറിപ്പുകൾ ഉണ്ടാക്കി തുടങ്ങുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ നല്ലൊരു കുറിപ്പാക്കി, നല്ലൊരു നോട്ടാക്കി നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന്, നിങ്ങളുടെ USS എക്സാമിന് സ്കോളർഷിപ്പ് വാങ്ങാനും ഫുൾ മാർക്ക് സോഷ്യൽ സയൻസിൽ വാങ്ങാനും നിങ്ങൾക്ക് ഹെൽപ്പാവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് അല്ലേ, അവസാന കൊല്ലവർഷ പരീക്ഷ ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവസാന പരീക്ഷയിൽ ഫുൾ മാർക്ക് സോഷ്യൽ സയൻസിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ നോട്ട് ഉണ്ടാക്കുക എന്നുള്ള ശീലം എന്ത് ചെയ്യണം? നമുക്ക് വേണം. ഇനി പത്രം വായിക്കുന്ന സമയത്ത് സമകാലികമായിട്ടുള്ള സംഭവങ്ങൾ ഇതേപോലെ നോട്ട് എഴുതുന്ന ശീലം വേണം. അപ്പോൾ അത് നമുക്ക് പിന്നീട് മത്സര പരീക്ഷകൾക്കും ക്വിസ് മത്സരങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഒരുപാട് സഹായകരമാകും എന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? നോട്ട് എഴുതാൻ. അപ്പം നിങ്ങളുടെ സോഷ്യൽ സയൻസ് പഠനത്തിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് അങ്ങനെ ഓരോ ദിവസം ഓരോ പാഠം പഠിച്ച് കറക്റ്റ് നമ്മുടെ എക്സാമിന് മുന്നേ വരേക്കുള്ള ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ വർഷത്തെ സോഷ്യൽ സയൻസിൻ്റെ ഈ വർഷത്തെ നമ്മുടെ USS സ്കോളർഷിപ്പ് നമ്മുടെ എക്സാൻവൈൻ്റെ മക്കൾക്കുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ ടീം എക്സാൻവൈ ലേണിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.